ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ, ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ്. തെയ്യമ്പാട്ടിൽ ജ്വല്ലറി. വ്യാജ ആധാര നിർമ്മാണ വിഷയത്തിൽ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് യൂത്ത് ലീഗ് തിരൂരങ്ങാടി സബ് രജിസ്ട്രാർ ഓഫീസ് ഉപരോധിച്ചു. പ്രവർത്തകരെ പോലീസ് ബലപ്രയോഗത്തിലൂടെ അറസ്റ്റ് ചെയ്ത് നീക്കി. വ്യാജ ആധാര നിർമ്മാണത്തിൽ സമഗ്ര അന്വേഷണം നടത്തുക, കുറ്റക്കാരായ ഉദ്യോഗസ്ഥരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക, റവന്യൂ രജിസ്ട്രാർ വകുപ്പുകളുടെ കൂട്ടുകച്ചവടം അവസാനിപ്പിക്കുക, വ്യാജ ആധാരത്തിലെ കള്ളക്കളി പുറത്തു കൊണ്ടുവരിക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. നാട്ടുകാരെ നിങ്ങൾ അറിഞ്ഞോ തിരൂരങ്ങാടി രജിസ്ട്രാർ ഓഫീസിൽ വ്യാജ ആധാരം നിർമ്മിക്കുന്നു. കണ്ടവന്റെ സർവേ നമ്പറിൽ എല്ലാവർക്കും ആധാരം. ഉദ്യോഗസ്ഥർ ജോലിയിൽ തുടരാൻ യോഗ്യരല്ലെന്നും ഇറക്കിവിടണമെന്നും ആവശ്യപ്പെട്ട് ഓഫീസിനകത്തേക്ക് കയറാൻ ശ്രമിച്ചതോടെ സമരക്കാരെ പോലീസ് ബലപ്രയോഗത്തിലൂടെ അറസ്റ്റ് ചെയ്ത് നീക്കി. അതുകൊണ്ട് തന്നെ നടപടി വേണം. ഇല്ല സാർ, ഞങ്ങൾക്ക് ആ ഉദ്യോഗസ്ഥരെ അവിടുന്ന് നടപടി സ്വീകരിച്ച് പുറത്താക്കണമെന്നുള്ളതാണ് ഞങ്ങളത് പറയാം. പെട്ടിയില്ല, ബോക്സിലുണ്ട്, ബോക്സില് ആ പെട്ടിയില്ല, പെട്ടി ഫാനിന്റെ നേരെ ബാക്കിലുള്ള ബോക്സുകളാണ്. വലിച്ചിട്ട് കാര്യമില്ല സാർ. സമഗ്ര അന്വേഷണം പ്രഖ്യാപിക്കാനായി സഹകരിക്കാൻ കഴിയില്ല. സമഗ്ര അന്വേഷണം പ്രഖ്യാപിക്കാനായി വരും. മണ്ഡലം യൂത്ത് ലീഗ് അധ്യക്ഷൻ UA റസാഖ്, CK മുനീർ, ഉസ്മാൻ കാച്ചടി, അയ്യൂബ് തലാപ്പിൽ, അസ്കർ ഊപ്പാട്ടിൽ, മുഹീനുൽ ഇസ്ലാം, സലാഹുദ്ദീൻ തേറാമ്പിൽ, ജഫർ കുന്നത്തേരി, ബാപ്പുട്ടി ചെമ്മാട്, സാദിഖ് കടവള്ളൂർ തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി. തിരൂരങ്ങാടി സബ് രജിസ്ട്രാർ ഓഫീസിൻ്റെ മുൻപിൽ നമ്മൾ ഇന്ന് ഇത്തരത്തിലുള്ള ഒരു സമരം നടത്തിയതിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ച് പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ ഉസ്മാൻ കാച്ചടി ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. തിരൂരങ്ങാടിയിൽ നിരന്തരം സമരം നടത്തേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് ഉത്തരവാദിത്തപ്പെട്ട യുവജന സംഘടന എന്നുള്ള നിലയ്ക്ക് യൂത്ത് ലീഗ് എത്തി നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം വ്യാജ RCയുമായി ബന്ധപ്പെട്ട് സമരം നടത്തിയതിനെക്കുറിച്ച് ഉസ്മാൻ കാച്ചടി സൂചിപ്പിച്ചു. വ്യാജ മീറ്ററിൻ്റെ വിഷയത്തിൽ നമ്മൾ സമരം നടത്തിയിട്ടുണ്ട്. വ്യാജ ജോലിക്കാരൻ്റെ വിഷയത്തിൽ നമ്മൾ സമരം നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ മുഴുവനും വ്യാജമായി നൽകുന്ന ഒരു കേന്ദ്രമായി നമ്മുടെ നാടിനെ മാറ്റിയിരിക്കുകയാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥർ. അതിനെതിരെ ശക്തമായി പ്രതികരിക്കേണ്ടതുണ്ട്. ഒരു സർവേ നമ്പറുമായി വന്നാൽ ഇവിടെ നിന്നും ആധാരം ലഭിക്കുന്ന ഒരു സാഹചര്യമാണ്. നമുക്കടുത്തുള്ളത് ഈ രജിസ്ട്രാർ ഓഫീസിൻ്റെ ഭൂമി റവന്യൂ വകുപ്പിൻ്റെ ഭൂമിയാണെന്നാണ് നമ്മളൊക്കെ കരുതുന്നത്. എന്നാൽ ഇതിൻ്റെ ആധാരം ഇവിടെയുള്ള ഏതെങ്കിലും സഹകരണ ബാങ്കുകളിൽ ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. നമുക്കപ്പുറത്തുള്ളത് തിരൂരങ്ങാടി പോലീസ് സ്റ്റേഷനാണ്. ആ പോലീസ് സ്റ്റേഷൻ സർക്കാരിൻ്റേതാണ് എന്നാണ് നമ്മളൊക്കെ കരുതുന്നത്. എന്നാൽ ഈ രൂപത്തിലാണെങ്കിൽ ആ ഭൂമിയും മറിച്ചു വിൽക്കാൻ മടിയില്ലാത്ത ഉദ്യോഗസ്ഥരാണ് അകത്തുള്ളത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. എൻ്റെ കയ്യിലാണ് വലിയ ബഡ്ജറ്റും ഇല്ല. നിനക്ക് എവിടെയെങ്കിലും പരിചയമുണ്ടോ? എനിക്ക് പരിചയമുണ്ട്. അയ്യോ സാർ, എനിക്ക് പരിചയമുണ്ടോ. ഈ പറഞ്ഞ ഡിസൈൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ബഡ്ജറ്റ് ചെയ്തു തരുന്ന സ്ഥലം തെയ്യമ്പാട്ടിൽ ജ്വല്ലറി. ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ, ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ്. തെയ്യമ്പാട്ടിൽ പോലൊരു ഓപ്ഷൻ വേറെ ഇല്ല. ഹലോ, ആ കൺഫ്യൂഷൻ അങ്ങ് തീർന്നില്ലേ?
പണി കിടക്കട്ടെ. Jewelry that tells your story. തെയ്യമ്പാട്ടിൽ ജ്വല്ലറി.